ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കോഴിക്കോട് പോവാട്ടോ. സനീഷ് ഉണ്ട്, സനീഷയുടെ മോളുണ്ട്. ഹായ് പറഞ്ഞേ കുട്ടി, ഹായ് പറ. അപ്പൊ ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ട്രെയിനിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്. പെട്ടെന്നുള്ള ട്രിപ്പായ കാരണം ഞങ്ങൾ ടിക്കറ്റ് ബുക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. കയറിയപ്പോൾ തന്നെ സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ സെറ്റായിരുന്നു കേട്ടോ. കോഴിക്കോട് എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ ഇറങ്ങിയിട്ടോ, കോഴിക്കോട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ പോകുന്നത് മിഠായിത്തേരിയിലേക്കാണ്. അവിടെ സൺഡേ സ്പെഷ്യലും ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ നേരെ പോവാം. ട്രെയിൻ ഇറങ്ങി കുറച്ച് ദൂരം നടക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മിഠായിത്തേരിയിലേക്ക്. നമ്മൾ കയറി ചെല്ലുന്നത് തന്നെ അതിൻ്റെ ബാക്ക് സൈഡിലേക്കാട്ടോ. സൺഡേ ആയ കാരണം നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു ചെറിയ സാധനം തൊട്ട് എന്താണ് അവിടെ ആവശ്യമുള്ളത് അത് നമുക്ക് അവിടെ അത്രയും ചീപ്പ് റേറ്റിലൊക്കെയാണ് നമുക്ക് കിട്ടുക. സൺഡേ സ്പെഷ്യൽ അവിടെ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഞങ്ങൾ ടീഷർട്ടൊക്കെ സെലക്ട് ചെയ്തു. നിസ്സാര പൈസ ഞങ്ങൾക്ക് കിട്ടി. അവിടെ നമുക്ക് എടുത്തു പറയാൻ പറ്റിയത് കസ്റ്റമേഴ്സിനോടുള്ള സ്റ്റാഫുകളുടെ ക്യാൻവാസിങ് ആട്ടോ. അവരുടെ പ്രൊഡക്റ്റുകളൊക്കെ അവർ നമ്മളെ കയ്യിൽ കാണിച്ചിട്ടൊക്കെയാണ് നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ബാഗിൻ്റെ സൈഡിലായാലും 100 രൂപ സ്റ്റാർട്ടിങ്ങിലായിരുന്നു ബാഗുകൾ. ഈ കാണുന്ന ബാഗുകൾക്കൊക്കെ 100-150 രൂപ റേറ്റുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പോയത് ഈ കോയിൻകോ ബസാറിലേക്കാട്ടോ. അവിടെ വെഡ്ഡിങ് ഐറ്റംസും ബ്രൈഡൽ ഐറ്റംസ് ആണ് ഫുള്ളായിട്ട് ഞാൻ കാണാൻ പറ്റിയിരുന്നത്. അങ്ങനെ നേരെ പോയത് ഒരു ചൈന ബസാറിലേക്കാട്ടോ. അവിടെ എല്ലാതും 5 രൂപ തൊട്ടിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു. ഫാൻസി ഐറ്റംസ് ആണ് അവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നത്. കമ്മൽ ഐറ്റംസിലേക്ക് ഞങ്ങൾ കൂടുതൽ പോയത് കേട്ടോ. അവിടെ ബ്രൈഡൽ കമ്മൽസിനൊക്കെ 30 രൂപയാകെ ഉള്ളൂ. ഈ കാണുന്ന കമ്മലിനൊക്കെ 30 രൂപയാകെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുന്ന് ഞങ്ങൾ അത്യാവശ്യം പർച്ചേസ് ചെയ്തു കേട്ടോ. പിന്നെ ഈ കാണുന്ന തൊപ്പികളൊക്കെ വെറും 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുന്നും 2 തൊപ്പികൾ ഞങ്ങൾ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ ഓട്ടോറിക്ഷ പിടിച്ച് കോഴിക്കോട് ബീച്ചിലേക്കാട്ടോ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കാണാൻ പറ്റുന്നത് ഈ മാനാഞ്ചിറ സ്ക്വയർ ആണ്. നമ്മുടെ തൃശ്ശൂർ റൗണ്ട് കറങ്ങുന്ന ഒരു ഫീലാട്ടോ ഉണ്ടായിരുന്നത്. ഓട്ടോറിക്ഷയിൽ അധികം ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് പോകാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളൊരു 3 മണി കൂടിയാട്ടോ അവിടേക്ക് എത്തിയത്. നേരെ പോണതാ ഈ ഉപ്പിലിട്ട ഐറ്റംസിലേക്കാട്ടോ പോയിരുന്നത്. എല്ലാ ഐറ്റംസും അവിടെ ഉപ്പിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ കോഴിക്കോട് ബീച്ചിൽ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ഈ ഐസൊരുതി. അത് പല ഡിഫറെന്റ് ടേസ്റ്റിലും നമുക്ക് അവർ തരുന്നുണ്ട് കേട്ടോ. വൈകിട്ടായപ്പോൾ ഞങ്ങൾ ചായ അടിക്കാനായിട്ട് കയറി. അവിടുത്തെ സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ട്, അതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇതാണ് കല്ലുമ്മക്കായ പൊരിച്ചതാട്ടോ ഈ കാണുന്നത്. അങ്ങനെ ചായ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഓട്ടോറിക്ഷയിൽ തന്നെയാണ് പോണത്, സ്റ്റാൻഡിലേക്കാണ് പോണത് കേട്ടോ.
അപ്പോൾ നമ്മളിപ്പോൾ ബീച്ചിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്നു. ഇപ്പോൾ ഒത്തിരി നേരം വൈകിട്ടുണ്ട്, നൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞുമാടെ വീടുണ്ട് ഇവിടെ, അവിടെയാണ് ഇപ്പോൾ രാത്രി സ്റ്റേ ചെയ്യണേ. അപ്പോൾ മഴ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ബസ്സിൽ പോകണം. അപ്പോൾ സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. ബസ് കയറി പോയി പിന്നെ കുറച്ച് ബൈ. തിരിച്ചു വരുമ്പോൾ അത്യാവശ്യം നല്ല മഴ കിട്ടിയിട്ടോ. നേരെ വന്ന് ഞാൻ കുളിച്ച് ഫ്രഷ് ആയതാ ഈ കട്ടൻ കുടിക്കുക. പിന്നെ വൈകിട്ടായപ്പോൾ ഞാൻ കുറച്ച് റീൽസൊക്കെ ചെയ്തിട്ടോ, നേരം പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ആയിരുന്നു നമ്മൾ അന്നത്തെ സ്പെഷ്യൽ. പിന്നെതാ വൈകുന്നേരം ആയപ്പോൾ ഫുഡ് റെഡിയായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ വിശേഷങ്ങൾ അന്നത്തെ ദിവസത്തെ. അപ്പോൾ ടാറ്റാ ബൈ.